ആർജെ ബിൻസിയുടെ എവിക്ഷന് ശേഷം ഹൗസിന് പുറത്തും അകത്തും ഒരു കോംബോ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പാനി ശരത്ത് ബിൻസി കോംബോയാണിത്. എങ്ങനെ ആ കോംബോയെ നിർവചിക്കണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും എന്നത് ബിൻസിയുടെ എവിക്ഷന് ശേഷം ഷാനവാസ്, രേണു, അന്നു അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ബിൻസി അപ്പാനി കോംബോയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചിരുന്നു. ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റുമായി ക്ലോസ് ആയാൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾ എടുക്കാം എന്ന് പറ്റിയും അതിപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിലും കഴിക്കുന്നവരാണെങ്കിലും അത് കാണുമ്പോൾ ആളുകൾക്ക് പലതരത്തിൽ ഓഡിറ്റ് ചെയ്യാമെന്നും സായി പറഞ്ഞത്. അപ്പാനി ബ്രോ എന്നൊക്കെ പറഞ്ഞാണ് ബിൻസി പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കുകയും ചെയ്തത്. എവിക്റ്റായ ശേഷം ബിൻസിയുമായി ബിഗ് ബോസ് ടീം നടത്തിയ ഇന്റർവ്യൂവിലും അപ്പാനിയെ ചാച്ചൻ എന്നൊക്കെ വിളിച്ചതിന് ശേഷം ചോദ്യം ചെയ്യുകയും ബിൻസി നിർത്തിപ്പൊരിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പാണ്. അപ്പാനി ശരത്തും ബിൻസിയും ഒരേ എസ്കേപ്പാണ്. നാരോ എസ്കേപ്പായിരുന്നു. ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റുമായി ക്ലോസ് ആയാൽ അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾ ഏറ്റെടുക്കാൻ പറ്റും. അതിപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും അത് കാണുമ്പോൾ ആളുകൾ പലതരത്തിൽ ഓഡിറ്റ് ചെയ്യും. കഴിഞ്ഞ സീസണിൽ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. ബിഗ് ബോസ് ടീം തന്നെ പല ക്യാമറ ആംഗിളും ട്രാക്കിലും ഇട്ട് ചീത്ത സാധനമാക്കി കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഡിസ്കഷനായി കൊണ്ടുവരുന്ന ട്രാക്ഷൻ ഉണ്ടാക്കും. അത് മാത്രമല്ല ഒരു ദിവസം രാത്രിയിൽ അക്ബറും ടീമിനോടൊപ്പം ബിൻസിയും അപ്പാനിയും ഇരുന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഹൗസിനകത്തും അപ്പാനി ബിൻസി കോംബോ ചർച്ചയായി മാറിയിരുന്നു. അനുവും റീനും ഷാരികയും മാത്രമല്ല ഷാനവാസ് ഈ കോംബോയെ നോട്ടം വിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ ഈ കോംബോ എത്രത്തോളം ബിൽഡാകും എന്നൊക്കെ അറിയാൻ വെയിറ്റ് ചെയ്യുക തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. തെക്കം പാർത്തിരിക്കുന്ന വീട്ടുകാരുണ്ട്. ഷാനവാസിന്റെ സംസാരം കേട്ടപ്പോൾ കുലപുരുഷൻ രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ബിൻസി പോയതിനു ശേഷമാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ടീമിനും അപ്പാനെ ശരത്ത് ബിൻസിക്കാകുമ്പോൾ ഒരു കണ്ടന്റ് ആയിരുന്നുവെന്ന് തിരിച്ചറിവ് വന്നതെന്ന് തോന്നുന്നുവെന്നും സായി കൃഷ്ണ പറഞ്ഞു. അപ്പാനി ബിൻസി കോംബോയെക്കുറിച്ച് ജിസേലിനോട് ഷാനവാസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ബിൻസി യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നടത്തിയ പ്രഹസനത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 72 ക്യാമറ ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ മുന്നിലാണ് പ്രഹസനം എന്നത് ആലോചിച്ചാൽ മതി. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുമുണ്ട്. പിന്നെയും കളിയും ചിരിയും അങ്ങ് മാറും. "അപ്പുക്കുട്ടാ ഒരു പ്ലേറ്റ് മതിയോ അതോ 2 പ്ലേറ്റ് വേണോ?" എന്നാണ് ബിൻസി അപ്പാനിയോട് ചോദിച്ചത്. "ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത്. അപ്പാനിയാണെങ്കിലും കുപ്പാനിയാണെങ്കിലും നോക്കിയാലും കണ്ടും കളിച്ചാൽ അവന് കൊള്ളാമെന്നാണ് ഷാനവാസ് പറഞ്ഞതും." തന്റെയും ബിൻസിയുടെയും റിലേഷൻഷിപ്പിന് വേറൊരു മാനം നൽകേണ്ടത് തന്നെയാണ് ബിൻസിയുമായി തന്നെ ചേർത്ത് സംസാരിച്ചവരോട് അപ്പാനി ശരത്ത് ആവർത്തിച്ച് പറയുന്നത്. 3-ാം ആഴ്ചയിലെ നോമിനേഷൻ പട്ടികയിൽ അപ്പാനി ശരത്തുമുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഗായകനും സംഗീത സംവിധായകനും എല്ലാമായ അക്ബർ ഖാൻ. ഇമേജ് നോക്കാൻ നിന്ന് കളിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ്. അടുത്തിടെ അക്ബറിനെക്കുറിച്ച് സഹമത്സരാർത്ഥിയായ അനു പറഞ്ഞ വാക്കുകൾ വിവാദമായിരുന്നു. അക്ബറിന്റെ നോട്ടം തനിക്ക് ഇഷ്ടമായില്ലെന്ന് അനു പറഞ്ഞത്. ഇപ്പോഴത്തെ ഷാനവാസും അക്ബറിനെതിരെ ഇതേ ആരോപണവുമായി എത്തിയിരിക്കുകയാണ്. ജിസേലിനെ വളരെ മോശമായ രീതിയിൽ അക്ബർ നോക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് ഷാനവാസ് ആണയിട്ട് പറഞ്ഞു. ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നത് നെവിന് അക്ബർ വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പാനി ശരത്തും അക്ബറും കൂടി നെവിനെ പെൺകുട്ടികളെ ഹഗ് ചെയ്യുന്നത് വിഷയം ചർച്ചയാക്കിയിരുന്നു. ബിഗ് ബോസ് ആൾക്കാരെ കാണുന്ന ഷോയാണ്. അതുകൊണ്ട് തന്നെ പെൺപിള്ളേരെ കെട്ടിപ്പിടിക്കുന്നതും ലവ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നതും പോലുള്ളവ ജനങ്ങളുടെ ഇടയിൽ പോയാൽ അത് മോശമാവില്ലേ? അതിനോട് താല്പര്യമില്ലെന്ന് നീ പറഞ്ഞു കൊടുക്കണം എന്നാണ് അക്ബറിനോട് ശരത്ത് പറഞ്ഞത്. അതുപോലെ നെവിനോട് അക്ബർ സൂചിപ്പിക്കുകയും ചെയ്തു. "ജിസേൽ എനിക്ക് സഹോദരിയും സുഹൃത്തുമാണ്. ആ രീതിയിലാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത്. പുള്ളിക്കാരിക്ക് കുഴപ്പമില്ലെങ്കിൽ ബാക്കി എന്ത് പറയാനാണ്? ഞാൻ ഹഗ് ചെയ്യുന്നത് പ്രശ്നമുണ്ടെങ്കിൽ ആരായാലും എൻ്റെ അടുത്ത് വന്ന് പറയണം." അനുമോളും ശൈത്യയും എന്നെ ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്തിരുന്നു. ഇനി അത് ആൻറ്റി ഹഗ് ആ സോണിലാണെന്ന് ഞാൻ പറയുന്നു. ജിസേലിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഏത് ലിമിറ്റാണ് ഞാൻ ക്രോസ് ചെയ്തതെന്ന് നെവിൻ ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളോടും ചോദിക്കുകയും ചെയ്തു. "ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല" എന്നായിരുന്നു ഇത് കേട്ട അക്ബറിന്റെ മറുപടിയും. "ഞാനും അവനും തമ്മിൽ കംഫർട്ട് സോണിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമല്ലെന്ന് നെവിൻ വിഷയത്തെ പ്രതികരിച്ച് ജിസേലും പറഞ്ഞു. ശേഷമാണ് അക്ബറിനെക്കുറിച്ച് ജിസേലിനോട് തനിക്കുണ്ടായ കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞത്. "ഞാൻ കണ്ടിട്ടുള്ളത് വളരെ മോശമായ രീതിയിൽ അക്ബർ ജിസേലിനെ നോക്കുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ ദൈവത്തെ പിടിച്ച് സത്യമിടുന്നു. പിന്നെ ഇത് ഗെയിമിന്റെ ഭാഗമല്ല. എൻ്റെ 2 കണ്ണ് കൊണ്ടാണ് ഞാൻ കണ്ടത്. ഇവൻ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അവനെ ഞാൻ നോക്കുന്നത് അവനും കണ്ടു. മാത്രമല്ല എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. എനിക്കത് ഇഷ്ടമാകുകയും ചെയ്തില്ല. അനിയത്തിയെ പോൽ നോക്കുന്നതായി തോന്നുന്നില്ല. ഞാൻ ആ നോട്ടമല്ല കണ്ടത്" എന്ന് ഷാനവാസ് പറഞ്ഞത്. "അനിയത്തിയെ പോലെ നോക്കിയതാകും നിങ്ങൾ എന്നെ ദേഷ്യത്തോടെ നോക്കുന്നത്" എന്ന് മറുപടിയുമായി ജിസേൽ പറഞ്ഞത്.
എൻ്റെ നോട്ടം ദേഷ്യം കലർന്നതാണോ അല്ലയോ എന്നതല്ല ഇപ്പോഴത്തെ വിഷയം. അക്ബറിന്റെ നോട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ നോട്ടത്തെക്കുറിച്ച് പറയേണ്ടെന്ന് ഷാനവാസും പറഞ്ഞു. അബ്ബാനിയുടെയും അക്ബറിന്റെയും ഗ്യാങ്ങിലാണ് ജിസയിലും. അതുകൊണ്ട് തന്നെ അക്ബറുമായി ഉരസാൻ ജിസയിൽ താല്പര്യപ്പെടുന്നില്ലെന്നാണ് മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നതും. അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് അനുമോൾ പറഞ്ഞപ്പോൾ യുദ്ധഭൂമിയായി ഹൗസ് മാറിയിരുന്നു. അനുവിന് അത്തരത്തിൽ നോക്കാൻ മാത്രമുള്ള ഗതികേട് തനിക്ക് വന്നിട്ടുമില്ലെന്ന് അക്ബർ അനുവിനോട് മറുപടിയായും പറഞ്ഞു. അനുവുമായി അക്ബർ നിരന്തരം വഴക്കിടാനും ഒരു കാരണം ഇതുതന്നെയാണ്.